പണ്ട് കേട്ടിട്ടുണ്ട്, ടി ജി ഉമ്മച്ചൻ അപ്പച്ചൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന നമ്മൾ വാക്യം വായിച്ചു, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ ഈ കള എങ്ങനെ വന്നെന്ന്. അപ്പോൾ ഒരുത്തം വായിച്ചു കൊടുത്തു, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ച് കാള എങ്ങനെ വന്നു. അപ്പം പറഞ്ഞപ്പാ കാള വന്നത് എങ്ങനെയാണെന്ന് പറയടാ, പറഞ്ഞേച്ച് ഇനി അടുത്ത് വായിച്ചാൽ മതി എന്ന് പറഞ്ഞാലേ ഞാൻ ചോദിക്കാം, കാള എങ്ങനെയാ വന്നേ? 32 3-ാം അധ്യായത്തിൽ രൂപമൊന്നും കണ്ടില്ലല്ലോ. പിന്നെ നിന്നോട് ആര് പറഞ്ഞു രൂപമല്ല ഇവിടെ കൊത്തിവെക്കാൻ? കാണുന്ന വഴിക്കും പുഴയ്ക്കുമല്ല ഇത് ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞേച്ച് ഉള്ള ബസ് സ്റ്റോപ്പിലും സകലയിടത്തും ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞേച്ച് നിന്നോട് ആര് പറഞ്ഞു ഈ രൂപമല്ല? സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പാനായിട്ട് ഞാൻ ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾ നിരപരാധിയാ, ഇങ്ങേര് ചുമ്മാ ഞങ്ങളോട് ഇത്. ദൈവത്തിന്റെ മഹത്വം എന്നെ കേൾക്കുന്ന ദൈവമക്കളോടായി പറ. അപ്പൊ ജനം ഈ സമ്മർദ്ദം ചെലുത്തിയപ്പോ അകരവും പറയണ സമ്മർദ്ദം കൊണ്ടൊന്നും ഞാൻ മുഴങ്ങുകയല്ല. സഭയെ കാശുള്ള അച്ചാനായിരിക്കും, പക്ഷെ പ്രമാണമാ, അയക്കാൻ നോക്കത്തില്ല. കാശുള്ള അമ്മാമ്മയായിരിക്കും, കാശുണ്ടെങ്കിൽ കുറച്ച് സഭയ്ക്കൂടെ കൊടുത്തേക്കണം. പ്രമാണത്തിനൊന്നും കേന്ദ്രത്തിൽ പിടിപാട് കാണും, കുമ്പനാട്ടൊക്കെ നല്ല പിടി കാണും, പിടിയുണ്ട്, വട വിട്ട് പിടിച്ചോണം, വടം കുമ്പനാട്ടിട്ട് വട എറിഞ്ഞേച്ച് പിടിച്ചോണം. പക്ഷെ ഉപദേശത്തിന് മാറ്റമൊന്നുമില്ല. സെന്ററിൽ വലിയ സ്ഥാനം കാണും, സെന്ററിൽ ഇരുന്നോണം. എപ്പൊ ഏത് യോഗത്തിന് എന്തെങ്കിലും സെന്ററിൽ ഇരുന്നോണം, അതല്ലേ സെന്റർ. സൈഡിൽ ഇരിക്കണ്ട. പക്ഷെ ഉപദേശത്തിനായി ഒന്നുമില്ല. കാരണം കൂടെ പറയാം, ഇതിന് വില കൊടുത്ത ഒത്തിരി പേരുണ്ടെന്ന്. അവരൊക്കെ ഒത്തിരി കഷ്ടം സഹിച്ച്, പീഡ സഹിച്ച്, നിന്ന സഹിച്ച്, ആക്ഷേപം സഹിച്ച് ഇതിനൊക്കെ ഒത്തിരി ചുമല് കൊടുത്തവരുണ്ട്. അവർ പ്രാർത്ഥിച്ച് ചുമല് കൊടുത്തത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്ക് ഈ നിലയിലാകാൻ ഇടയായത്. ദൈവത്തിന്റെ കാരണയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോ കാണുമ്പോ കൊല്ലപ്പെട്ട കുഴപ്പമില്ല, ഹോളും ഉണ്ട്, മേളിലും പാർട്സ്, കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ ആരംഭത്ത് കഷ്ടപ്പെട്ടവർ ഇതിനകത്തുണ്ട്, ഇഷ്ടേ ചുമ്മിയവരുണ്ട്, മണ്ണ് തൂമ്പാ കൊണ്ട് മണ്ണ് മാറ്റിയവർ ഇതിനകത്ത് കാണും, വീട്ടിലെ കാര്യം നിർത്തിവെച്ച് സഭയ്ക്ക് കൊണ്ട് ചെലവാക്കിയവരുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇപ്പൊ കാണുമ്പോ റോഡ് സൈഡിൽ റോഡും ഒക്കെ നന്നാക്കി വരുന്നത് കുഴപ്പമില്ല, നല്ലൊരു സഭയാ കേട്ടോ. പക്ഷെ ആരംഭ സമയത്ത് ഇറങ്ങിയവരോട് ചോദിക്കണം എന്ത് ബുദ്ധിമുട്ടിയെന്ന്. കമ്മലുമാല ഊരിയൻ ഇടി കൊണ്ടവര്. കല്യാണത്തിന് ചെന്നപ്പം കൂട്ടുകാരും കുടുംബക്കാരും മിണ്ടാതെ പോയ സന്ദർഭമുണ്ട്. ചില ചടങ്ങുകൾക്ക് ചിലതിന് വിളിക്കാതിരിക്കുന്ന നല്ലത്. സ്വന്തം കുടുംബത്തിൽ ചില കാര്യം കണ്ടിട്ട് നിന്നോട് അറിയിച്ചിട്ടില്ല, അതൊക്കെ സഹിച്ചാ നിന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർക്കശമായ ഉപദേശം. അപ്പൊ അകരവും പറയണ്ടേ, നടക്കത്തില്ലെന്ന് പറയണം. അവൻ പറഞ്ഞു പെട്ടെന്ന് കുണുക്ക് കൊണ്ടുവരാൻ. കൊച്ചുങ്ങളും ആളമാരും എല്ലാം കൂടെ കുണുക്ക് പറിച്ച് അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊത്തുളി കൊണ്ട് ഭാഷ വെത്തി ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ കൊടുക്കുക മാത്രമല്ല, പുള്ളി ഡയലോഗും പറഞ്ഞു. അപ്പൊ ജനം അത് കേട്ടു പറഞ്ഞു. അപ്പോൾ അവര് ഇസ്രായേലേ ഇത് കാളെ ചൂണ്ടിക്കോണ്ട, അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനല്ലേ മോളെ ജോഡി? പുറപ്പാട് 32:4 മുതൽ വായിര്. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അടുത്തത്. കണ്ടോ? അപ്പൊ കാളക്കുട്ടിയെ കണ്ടപ്പം ഇവര് പറയാം, അപ്പോൾ അവർ ഇസ്രായേലേ ഇത് കാളെ ചൂണ്ടിക്കൊണ്ട, ഇത് ഏതാ കാള? ഇസ്രായേലേ ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. നല്ല ട്യൂണാ, കേൾക്കുമ്പോ നല്ല ചെലിപ്പടത്തിലേക്ക് എന്നെ ട്യൂണാന്നറിയാം. ട്യൂണൊക്കെ നല്ലതാ, പക്ഷെ അകത്ത് കാളയാ. നല്ല സിസ്റ്റമാ ചെലിപ്പടത്ത, നല്ല സിസ്റ്റം, പക്ഷെ അകത്ത് മൂരിക്കാള.
നല്ല ഹാളാ, പക്ഷെ അകത്ത് കാളയാ. യോജിക്കുന്നുണ്ട് ഹാളും കാളയും. ഇത് പിന്നെ ഹാ, മറ്റേത് നല്ല ഹാള്, അകത്ത് കാള. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ കാര്യം പറഞ്ഞവരെ ക്രമപ്പെടുത്തണ്ടേ? ചെയ്തില്ല. അപ്പോൾ കർക്കശമായിട്ട് ഉപദേശം പറയണം, വേർപാട് ഉപദേശം. ഞാൻ ഇനി വേഗത്തിൽ അങ്ങ് നിർത്താത്ത ആ 1-ാം അധ്യായത്തിലെ ചില കാര്യം പറഞ്ഞങ്ങ് വിടുക. വായിച്ച കുറുവാക്യത്തിലോട്ടൊന്നും വന്നില്ലെങ്കിൽ നിങ്ങൾ പറയാം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പുള്ളി വായിച്ച കാര്യമൊന്നും. അതുകൊണ്ട് അതുകൂടെ എന്തായാലും കൊള്ളാം, പെട്ടെന്ന് നിർത്തുക. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവിൽ ഞാൻ തൊടുകൈക്ക് പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടം. നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ സന്തോഷമായിട്ട് തോന്നും, ഒടുവിൽ അനർത്ഥമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം പ്രാരംഭത്തിൽ ദുഃഖമായിട്ട് തോന്നും, പക്ഷെ ഒടുവിൽ ആനന്ദമാണ്. നമ്മൾ ഈ പെന്തിക്കോസുകാരെല്ലാം നമ്മുടെ ഇഷ്ടമെല്ലാം പ്രാർത്ഥിച്ച് ദൈവ ഇഷ്ടമാക്കിയെടുക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് ആക്കിയെടുക്കും. അതിന് നിർബന്ധിത ദൈവഹിതം. ദൈവം ഒരു കാര്യം പറഞ്ഞ് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഉടനെ പിന്നെ പ്രവാചകനെ വിളിച്ചു, ആൾക്കാരെ ഇരുത്തി ഉപവസിച്ച് എന്നെ നമ്മൾ സമരം ചെയ്യും. 3 ദിവസം, 7 ദിവസം, 21 ദിവസമൊക്കെ സമരമുറകളാണ്. പാർട്ടിക്കാരൊക്കെ അങ്ങനല്ലേ, പ്രതിഷേധ യോഗം ആദ്യം നടത്തും. അതാ പറഞ്ഞ പക്ഷെ വ്യാഴാഴ്ച ഞങ്ങളുടെ വീട്ടിലൊരു യോഗം, അത് പ്രതിഷേധ യോഗമാണ്. അതുകൊണ്ട് കേൾക്കുന്നില്ലെങ്കിൽ പറയും വെള്ളിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വരണം. അത് ഒരു ദിവസത്തെ ഉപവാസം, ഏകദിന. അതുകൊണ്ട് കേൾക്കുന്നില്ലേ പറയും ഒരു 3 ദിവസം ഞങ്ങളുടെ വീട്ടിൽ. അതുകൊണ്ട് കേൾക്കുന്നില്ലെങ്കിൽ പറയും ഞങ്ങൾ ചില ദിവസങ്ങൾ ഇരിക്കുക. ഈ പാർട്ടിയിലൊക്കെ ഉള്ളവരങ്ങല്ലേ, പിന്നെ നിരാകാര സമരം. പിന്നെ ചില ബോർഡ് കാണാം അനിശ്ചിതകാല ഒരു നേരം കഴിച്ചുകൊണ്ടൊക്കെ. ചിലർ പൂർണ്ണമായിട്ട് നിരാഹാരം ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ക്ഷീണമായി ഡോക്ടർമാർ വന്ന് പൾസ് നോക്കി, പിന്നെ ചാനലുകാർ വന്നു കിടത്തി. അപ്പൊ പിന്നെ അറിവ് കൊടുക്കുക. ആള് തട്ടിപ്പോയാൽ പിന്നെ വേറെ വൈതരണിയാണ്. അപ്പോൾ പാർട്ടിയുടെ ചുമതലപ്പെട്ടവരോ ഭരണകർത്താക്കൾ ചുമതലപ്പെട്ടവരായിട്ട് കാര്യങ്ങൾ പറഞ്ഞൊരു ധാരണ വന്ന് ആട്ടെ നിങ്ങൾ പറഞ്ഞ കാര്യം ഉടനെ തന്നെ അടുത്ത ആളെ കരിക്ക് വെള്ളം കൊടുത്തു, അല്ലെ നാരങ്ങ വെള്ളം കൊടുത്തോണ്ടേ ആംബുലൻസ് വന്ന് നേരെ മെഡിക്കൽ കോളേജ്, കോന്നി മെഡിക്കൽ കോളേജിൽ. അതൊരു മെതേഡ്, നമ്മൾ വേറൊരു മെതേഡ്. പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ഉടനെ കുത്തിയിരിക്കുക, ഇരുന്ന് തന്നല്ലാതെ നിന്നെ ആരെ. ഞാനൊരു കാര്യം ദൈവകുഞ്ഞുങ്ങളോട് പറയാം, നമുക്കുള്ള വ്യവസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ, കർത്താവേ അവിടുത്തേക്ക് ഹിതമുണ്ടെങ്കിൽ മതി. നമ്മൾ പെന്തിക്കോസുകാരൊക്കെ പറയും പിടിച്ചു മേടിച്ചെന്ന്. അങ്ങനെ മേടിക്കരുത്, അങ്ങനെ മേടിക്കരുത്, മേടിക്കരുത്. പിടിച്ചു മേടിച്ച കുഴപ്പടിയാണ്. ഒരു തെളിവ് പറയാ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഈ ഹിസ്കിയാവ് മരിച്ചു പോകുമെന്ന് പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞു. നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. പിന്നെ ഒരു കാര്യം, ഗൃഹകാര്യം ക്രമത്തിലാക്കണം. ഉടനെ ഹിസ്കിയാവ് നേരെ ചുവരോട് ചേർത്ത് മുഖം ചേർത്ത് ഒരു പ്രാർത്ഥന, കർത്താവേ ഞാൻ നിന്റെ മുമ്പാകെ ഏകാഗ്രതയോടും വിശ്വസ്തയോടും കൂടെ നടന്ന കാര്യം നിനക്ക് ഒരു 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 കരച്ചിലും ഒരു നിലവിളിയും ഒക്കെ. അപ്പം നടുമുറ്റത്ത് പോയ പ്രവാചകൻ തിരിച്ചു വന്നേച്ച് പറഞ്ഞു 15 വർഷം കൂട്ടി. നല്ല വിടുതലിന്റെ സാക്ഷി. പിന്നെ പുള്ളി വന്നൊരു സാക്ഷ്യമൊക്കെ പറയുന്നുണ്ട്, അത് ഞാൻ വിവരിക്കുന്നില്ല. പക്ഷേ ഹിസ്കിയാവ് ആ സമയത്ത് മരിച്ചു പോകുന്നതായിരുന്നു ദൈവത്തിന്റെ ഹിതം ആയിരുന്നു. പുള്ളി പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, 15 കിട്ടി. 15 കിട്ടിയെന്നിന്റെ ആ 15ന്റെ 2ാം കല്ല ഒരു ചെറുക്കൻ ജനിച്ചു. ഇതുപോലെ ഒരു കോടാലി പയ്യൻ. അവന്റെ പേര് നമുക്കറിയാവല്ലോ, മനേഷെ. ഇതുപോലൊരു എന്റെ പേര് തന്നെ പോലെ അശേ, മനേഷെ. ആ ചെറുക്കൻ കാട്ടിക്കൂട്ടാത്ത വിക്രിയ.
പക്ഷെ ഹിസ്കിയാവ് ആ സന്ദർഭത്തിൽ മരിക്കുന്നതായിരുന്നു ദൈവഹിതം. പിടിച്ചു മേടിച്ചു, 15 കിട്ടി. പക്ഷെ ഒരു നാശകോടാലി ചെറുക്കൻ ജനിച്ചു. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യയുടെ വൃത്താന്തം, അവന് ഒത്തിരി വൃത്താന്തമുണ്ട്. ഞാൻ ആ വൃത്താന്തമല്ല ഇപ്പം വിശദീകരിക്കുന്നില്ല. എന്നാൽ അതിനകത്തെ ഒരു ചെറിയ വേറൊരു ചിന്ത, ഈ പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞപ്പെട്ട് ഒരടയാളമെല്ലാം കൂടെ കൊടുത്തു. ഇതിന് അടയാളം അന്നേരം പറഞ്ഞു ആകാശിന്റെ കടികാരത്തിൽ, അങ്ങനെ എഴുതിയേക്കുന്നത്. ബാക്കി ഒന്ന് വായിച്ചേ. ആകാശിന്റെ കടികാരം, 10-ാം വാക്യം. വലിയ സിസ്റ്ററെ 8 വായിച്ചേ. ഉറക്കമായിര്. ആകാശിന്റെ കടികാരത്തിൽ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കുക എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരു അടയാളമാകും. ആഹാസിന്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയും. സ്തോത്രം. ആകാശിന്റെ കടികാരം എന്തുവാ? ഈ ആകാശിന്റെ കടികാരം നമ്മളെല്ലാരും വായിക്കുന്ന ഭാഗമാണ്. ആകാശിന്റെ കടികാരം അതെന്തുവാ? ആകാശിന്റെ കടികാരം ആകാശിന്റെ കടികാരം ആകാശിന്റെ ക്ലോക്ക് തലേ തുണി. ആകാശിന്റെ ഘടികാരം. ഇതിനെപ്പറ്റി ചരിത്രം. അവിടെ ഒരു പദം പറഞ്ഞു, നീ ഗൃഹകാര്യം ഒന്ന് ക്രമത്തിലാക്കണം. വിടുതൽ നടക്കണമെങ്കിൽ അതിന് ഒരു ക്ലോസ് വെച്ചിരിക്കുക. ഗൃഹകാര്യം ക്രമത്തിലാക്കണം. ആ ക്രമത്തിലാക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട പറഞ്ഞ അടയാളം ആകാശിന്റെ കടികാരം എന്ന് പറഞ്ഞാൽ, ഈ ഹിസ്കിയാവിന്റെ അപ്പനാണ് ആകാശ്. ആകാശിന്റെ അപ്പനാണ് യോദാമിന്റെ അപ്പനാണ് ഉസിയാവ്. എന്ന് പറഞ്ഞാൽ ഉസിയാവിന്റെ മകനാകുന്ന യോദാമിന്റെ മകനാകുന്ന ആകാശിന്റെ മകനാണ് ഹിസ്കിയാവ്. ഞാന് ഈ വിഷയം വിശദീകരിച്ച് പ്രസംഗിക്കണമെങ്കിൽ 2 മണി പോരാ. ഇന്നിപ്പം 2 മണിക്ക് അങ്ങ് നിർത്താം. സ്തോത്രം. നിങ്ങൾ 1:30 ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അഥവാ ഓട്ടോക്കാരൻ വരികയാണെങ്കിൽ അവനോടൊന്ന് കേൾക്കണം. സ്തോത്രം. ആരെ പണ്ട് അതിന് മുന്നേ നിർത്തും. ഇപ്പം ആ ചിന്തയോടെ ഇരുന്നാൽ ഇത് കേൾക്കത്തുമില്ല. ഇന്ന് വരേണ്ട ഒരു കാര്യം അല്ലേലും അയാൾക്ക് ബോധമൊന്നും ഉള്ളവനല്ലേ. ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാനും ഒക്കെ അയാൾ വല്ലതും വിളിച്ച് പറയുകയും ചെയ്യും. പിന്നെ ചെയ്യുന്നുണ്ടോ? പാസ്പോർട്ട് പറഞ്ഞത് അയാളെ ഇന്ന് സഹായിക്കല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യുന്നു? ഇവിടെ പറഞ്ഞു നിർത്താം. ആകാശിന്റെ കടികാരം എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഉസിയാവിന്റെ മകനാകുന്ന യോദാമിന്റെ മകനാകുന്ന ആകാശിന്റെ മകൻ ഹിസ്കിയാവിനോട് പ്രവാചകൻ ദൂത് പറയുക. ആകാശിന്റെ കടികാരം എന്ന് പറഞ്ഞാൽ ആകാശിന്റെ കാലത്ത് ചില കാര്യങ്ങളെല്ലാം സമയം തെറ്റി നടത്തിയിട്ടുണ്ട്. സമയം തെറ്റി ചെയ്തതും റൂട്ട് തെറ്റിച്ച് വിട്ട ചില വിഷയങ്ങൾ നിന്റെ കുടുംബത്തിലുണ്ട്. അത് നീ ഒന്ന് ക്രമീകരിക്കണം. എന്നാലും നിനക്ക് ആയുസ് തരാം, ആരോഗ്യം തരാം, നിനക്ക് ബലം തരാം, നിന്റെ വിഷയത്തിന് നീക്കുപോക്ക് തരാം എന്ന് പറഞ്ഞ കുടുംബത്തിനകത്ത് ക്രമീകരണം വരുത്തിയെങ്കിൽ മാത്രമേ കുടുംബത്തിന് വിടുതലുള്ളൂ. സഭയ്ക്കകത്ത് ക്രമീകരണം വരുത്തിയാലേ സഭയ്ക്ക് വിടുതലുള്ളൂ. വ്യക്തിപരമായി ക്രമീകരണം വന്നെങ്കിലേ വ്യക്തികൾക്ക് വിടുതലുള്ളൂ. അല്ലാതെ വിടുതൽ മഹോത്സവം എന്ന് ബാനർ കെട്ടി വിടുതൽ ശുശ്രൂഷ വിക്ടറി എവിടെ നടപ്പുള്ള കേസല്ല. വല്യപ്പൻ പള്ളി കടന്ന് വഴക്കുണ്ടാക്കിയ ആളാ ഉസിയാവ്. പള്ളി കടന്ന് വഴക്കുണ്ടാക്കി. യോദാമാന്നെ അവന്റെ മോൻ പള്ളി കയറുകയല്ലായിരുന്നു. അവൻ ഹോളിന്റെ അവിടെ വരുമ്പം റൈസ് ചെയ്തങ്ങ് അതുവരെ അവൻ 40 വന്നത്. ഹോളിന്റെ അവിടെ വന്നപ്പോ 85 വിട്ട് ഹോളിൽ കയറുകയല്ലായിരുന്നു. വല്യപ്പൻ ഹോളിനകത്ത് വഴക്കുണ്ടാക്കി.
മകൻ ഹോളിൽ കയറുകയില്ല. കൊച്ചുമോൻ ആകാശ് ഹോള് പൂട്ടിയേച്ച് പോയി. വീട്ടിൽ നല്ല ഫാമിലി പറഞ്ഞു, ഞങ്ങള് നല്ല റോയൽ ഫാമിലിയാ കേട്ടോ. എൻ്റെ ഒരു ശാഖ, നല്ല ശാഖ. സ്തോത്രം. വലിയപ്പൻ പള്ളിക്കകത്ത് വടക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയില്ല, കൊച്ചുമോൻ പള്ളി പൂട്ടി. ഈ പള്ളി പൂട്ടിയവന്റെ പേരാണ് ആകാശ്. വായിച്ച 24 ദിനവൃത്താന്തങ്ങളുടെ 28-ാമത്തെ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28-ാം അധ്യായത്തിന്റെ 24 തോന്നുന്നു. ഒന്ന് വായിച്ചേ. അത് തന്നെ. ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. യഹോവയുടെ ആലയത്തിലെ തുടച്ചെന്നല്ലോ, ഉടച്ചു. അങ്ങനെ ഉടച്ചു. തുടങ്ങിയായിരുന്നേ ഗുണം വന്നേനും. തുടങ്ങിയല്ല, നല്ല പയ്യൻ. ദൈവാലയത്തിലെ ഉപകരണങ്ങൾ അവൻ ഈ സഭയിൽ കൂടുന്ന ദൈവമക്കൾ ആരാധനയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ആമ്പിളി പവറിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊടി ഒന്ന് തുടയ്ക്കുന്നത് നല്ലതല്ലേ? പായിൽ ഇച്ചിരി ചെളി കണ്ടു, നിങ്ങൾ സഹോദരിമാർ എഴുന്നേറ്റ് പോകുമ്പോൾ ഒന്ന് തുടച്ചു. അത് പാസ്റ്ററും ഭാര്യയും വേണം ചെയ്യാം. പാസ്റ്ററും ഭാര്യ അമ്മാമേ ചെളി, അതാണോ എൻ്റെ മര്യാദ? അമ്മാമ ഒരു പഴയ തുണി ഞാൻ നനച്ച്. അപ്പൊ ചിലപ്പോൾ അമ്മാമ വയ്ക്കും, എന്തോ അമ്മാമേ ഇച്ചിരി ചെളി ഇരിക്കും. അയ്യോ ഞാനത് തുടങ്ങി. വേണ്ട ഇതാ നിങ്ങൾ ചെയ്യാലെന്നല്ല പറഞ്ഞത്, വേണ്ട ഇതൊക്കെ. ഇതും കഴിയുമ്പോ ഈ പായ ഒന്ന് മടക്കി വെച്ചു. ആ കസേര ഒന്ന് നിങ്ങളെല്ലാം ഇരുന്നേച്ച് പോകുന്ന കസേരയല്ലേ, അത് തട്ടിമറിച്ചിട്ടേച്ച് പോവാണോ? ഹോളിനകത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന നല്ലത്. എന്നാൽ ചില സാഹചര്യത്തിൽ ചിലർക്ക് സൗകര്യമില്ലാത്തവര് അപ്പൊ ഒരു മുട്ടായി കടലാസ് അതെടുത്ത് കളയണ്ടേ? എന്നാ പോകുന്ന വഴി തട്ടി അങ്ങോട്ട് കസേരയിട്ട് ഇട്ടേച്ചു. സഭയോട് യാതൊരു കൂറില്ലാത്ത ആൾക്കാരുണ്ട്. ഞായറാഴ്ച ഇങ്ങനെ പമ്മി ഇരിക്കുന്നല്ലാതെ. സ്തോത്രം. മര്യാദ വേണ്ടേ? അത് ഇച്ചിരി പൊടി ചുക്കല് നോക്കുമ്പോ ചുക്കല് ഇവിടെ എല്ലാം നല്ല നീറ്റാ. അല്ല ചെന്ന കാര്യം പറയാം. ആ ജനലല്ലേ ചെറിയ തൂത്ത് രോഗം കഴിഞ്ഞപ്പോ കാപ്പ് എടുത്തോണ്ട് പോണം. നിങ്ങൾ ചെയ്യും, ഞാനങ്ങ് പറയുക. നമ്മുടെ സഭയല്ലേ, നമ്മൾ കൂടി ഇന്ന് ആരാധിക്കുന്നതല്ലേ, നിങ്ങളിവിടെ കഷ്ടപ്പെട്ടതല്ലേ, നിങ്ങളും കൂടെ അധ്വാനിച്ചില്ലേ, ഇത് നമ്മുടെ. ദൈവദാസൻ 2-3 കൊല്ലം കഴിയുമ്പോൾ പോവും, അടുത്ത ആളിനെ വരും ബഹുമാനിക്കണം. പക്ഷെ കർത്താവ് വരാൻ താമസിച്ചാൽ നിങ്ങളാ ഇവിടെ കൂടും. സ്തോത്രം. അത് പിള്ളേരെ ശീലിപ്പിക്കണം. പിള്ളേരുടെ ഞായറാഴ്ച ഒരു എത്രയാകുമ്പോൾ പറയണം, 10 സഭായും കട പെട്ടെന്ന് കോളിലോട്ടില്ല, അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറഞ്ഞു വിടണ്ടേ? ഇത് പിള്ളേരങ്ങനല്ല, അങ്ങോട്ട് പോക്കുക, ഞങ്ങൾ പുറകെ വന്നോളാം. അവൻ 11:30 ആകുമ്പോൾ പമ്മി കുറുക്കം നോക്കും പോലെ നോക്കുക. നിങ്ങളല്ല നേരത്തെ ഇവിടെ ഓടി വരണം. പാസ്റ്റർ ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പായിട്ട് കൊടുക്കാൻ, ഇതൊക്കെ എടുക്കുക, തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഇവിടെ എല്ലാം നീറ്റാ. എന്നാലും ഞാനങ്ങ് പറയുക, ആരും പറഞ്ഞു ചെയ്യിപ്പിക്കരുത്, നോക്കിയും കണ്ട് എല്ലാവരും ചെയ്യണം. ഒരു കടലാസ് അവിടെ കിടണം, അതങ്ങ് എടുക്കണം. ഞാൻ വലിയ വീട്ടിലെ അമ്മാമ്മ അങ്ങനെ ഞാൻ കടലാസ് എടുത്തിട്ട് ഈ കോൾ അങ്ങനെ. ഞങ്ങൾ ഈയിടെ എന്നാ CPM കാരുടെ കൺവെൻഷന് പോയി, മദ്രാസിൽ അവരുടെ മെയിൻ കൺവെൻഷൻ. അപ്പം ഇരുമ്പനത്ത് ഞങ്ങൾ പോയി കണ്ട് പഠിക്കേണ്ടത്. അപ്പം അവിടെ ഡ്യൂട്ടി കൊടുത്തപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഈ ബാത്റൂം എല്ലാം കഴുകുന്ന ഞാനാണ്. ഒത്തിരി ബാത്റൂമുകളുണ്ട്, പുള്ളി ബാത്റൂം കഴുകും. അപ്പം ഒരു മൂപ്പൻ ചെന്ന് പുള്ളിയെ ഔട്ട് ചെയ്തു, കുറച്ചുകൂടെ വൃത്തിയാകാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആട്ടെ അപ്പച്ചാ ചെയ്യാന്ന് പറഞ്ഞേച്ചു. മൂപ്പനങ്ങ് പോയി. പിന്നീട് പുള്ളിയെ പറ്റി അറിഞ്ഞപ്പോൾ പുള്ളി കളക്ടറായിരുന്നു. ബാത്റൂം കഴുകിയ പുള്ളി കളക്ടർ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? കളക്ടർ ഇവിടെ കിട്ടിയില്ലേ? ഓ, നിങ്ങളെല്ലാം കളക്ടർമാരാണല്ലോ. ബീഹാർ ജയിലിൽ ഇട്ടേക്കാൻ
തമിഴ്നാട്ടിൽ പോലും നിർത്തരുത്. തീഹാർ ജയില് അതേത് ജില്ല, ഏത് സംസ്ഥാനത്താണ് തീഹാർ ജയില്? നോർത്ത് ഇന്ത്യയിലാന്ന് എനിക്കും അറിയത്, ഏത് സംസ്ഥാനമാണെന്നുള്ളതാണ്. നമ്മൾ കൂടുന്ന സഭയല്ലേ, അവിടെ ബാത്റൂം നമ്മൾ ഉപയോഗിക്കും. ഇവിടെ നീറ്റാ, ഞാൻ ഒന്ന് പോയി നീറ്റാ. എന്നാലും നിങ്ങൾ നേരത്തെ വരുമ്പോൾ സഹോദരിമാരാണെങ്കിലും രണ്ടുപേര് എന്നൊന്ന് നിങ്ങൾ ചെയ്യുകയല്ലെന്നല്ല ഞാൻ പറഞ്ഞു. അതാ നമ്മുടെ സഭയല്ലേ. എനിക്കൊന്ന് ഇത് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പി വല്ലതും ഉണ്ടോ? തരും 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 തരും. സമാധാനപ്പെട്, സമാധാനപ്പെട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരാൻ താമസിച്ചാൽ ദൈവദാസന്മാര് മാറി മാറി പോവുകയും വരികയും ചെയ്യും. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമാണ്. ഇത് നന്നായിട്ട് കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവനെ ദൈവാനുഗ്രഹത്തില് ഉപകരണങ്ങൾ തുടച്ചെന്നല്ല, പിന്നെയോ ഉടച്ചു. അടുത്തത് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ മതി. അവൻ ഹോള് പൂട്ടി താക്കോലുമായിട്ട്. ഇതാണ് ആകാശ്. ഇത് ഹോള് പൂട്ടുക മാത്രമല്ല, ആകാശിന്റെ ഘടികാരമാണ് ഞാൻ പറഞ്ഞത്. ഇവനെ ഈ അവിടെ എഴുതിയിരിക്കുന്ന ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിലേ ഇവൻ നടക്കുകയുള്ളു. ഇവൻ യഹൂദയിലെ രാജാവാ, പക്ഷെ നടപ്പ് മുഴുവൻ ഇസ്രായേൽ. യഹൂദയിലെ രാജാവാ, പക്ഷെ നടപ്പ് മുഴുവൻ പെന്തിക്കോസിലാ. നീ പെന്തിക്കോസിലാ, പക്ഷെ രീതിയും പ്രവർത്തനവും എല്ലാം പെന്തിക്കോസിലാ, പക്ഷെ സഭയെ മുന്നിൽ വന്നിരിക്കുന്ന ബ്രദറുകാരിലിരിക്കും പോലെ. കൈ അടിക്കുകയില്ല, അന്യഭാഷ വിശ്വസിക്കുന്നുമില്ല. അത് പറയുന്നവന് ഇവൻ ഒരു പരിക്കും നോക്കും. പക്ഷെ പേര് പെന്തിക്കോസ്. പക്ഷേ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ കൂടാ. സ്തോത്രം, സ്തോത്രം. എനിക്ക് ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ കുറച്ചുകൂടെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. വിവരിക്കുന്നില്ല. ഭാഷമെല്ലാം പറയുന്നതാണ്. ഇവന്റെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ കൂടെ നടക്കുന്നത്. വളയാണ്ട ആ വാക്യം ഒന്ന് വായിക്കണം. യഹോവയോട് മദ്രോഹം ചെയ്തതുകൊണ്ട്. ചെറിയത് രോഗമല്ല, അത് രോഗം. അതെ, ഓടിച്ചങ്ങ് നിർത്താം. ഇവൻ ഈ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ കൂടെ നടന്നത്. അങ്ങനെ നടന്ന അവസാനം ഇസ്രായേൽക്കാർ ഇവനെതിരായി. ഇവനെതിരായപ്പോൾ ഇവൻ നേരെ അശൂർ രാജാവുമായിട്ട് സാഖ്യത കൂടി. നേരെ അശൂർ രാജാവ്. ഇവൻ അശൂർ രാജാവായ രാജാക്കന്മാരോട് സാഖ്യത കൂടി. അശൂർ രാജാവ് എന്ന തിക്ലത്ത് പിലേസറിനെ കണ്ടേച്ചു പള്ളിക്കകത്ത് പൊന്നും വെള്ളിയും പുള്ളിക്ക് കപ്പം കൊടുത്തു. സ്വോത്രകാഴ്ച എടുത്ത് കോടതി കൊടുത്തു. കേസ് നടത്താൻ പാവം പിടിച്ച ദൈവമക്കള് അർപ്പിച്ചതാ. റബ്ബർ വെട്ടാൻ പോയവനും പാത്രം കഴുകാൻ പോയ അമ്മാമ്മയും റോഡ് പണിക്ക് പോയ സഹോദരി, ഗൾഫിലും അമേരിക്കയിലും അവനും ചുമ്മാ കാശ് കിട്ടുന്നല്ല, നല്ല ജോലി ചെയ്തിട്ടാ കാശ്. നമ്മളെടുക്കുന്ന അമേരിക്കന് ചുമ്മാ കാശ് കിട്ടുകയാണോ? വലിയ പൊന്നി 250 കിലോ ഉള്ളതൊക്കെയാണ് അതിനടുത്ത്. എന്നാലും ഒരു അപാകത വന്നാൽ ജോലിയും പോകും, ജയിലിലും. നമ്മുടെ മാന്യ സഹോദരിമാരെ അവിടെ ജോലി ചെയ്യുന്നവർ വളരെ ഭയത്തോടും പക്വതയോടുമാ പ്രാർത്ഥിച്ചാ. പേർഷ്യയിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരിമാർ വലിയ അറബി തള്ളച്ചിമാരെല്ലാം ഉണ്ട്, വല്ല 10, 40, 400 കിലോ അടക്കം ഉള്ളത്. ഇച്ച പഴച്ച അവര് അമേരിക്ക പിന്നെ ഒരു ചെറിയ ദയ വരും. ഇവിടാന്ന് അവർ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്. അമേരിക്കയിലൊക്കെ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളാണ് അവിടുത്തത്. അങ്ങനെ കഷ്ടപ്പെട്ട ആകാശം ഉണ്ടാക്കുന്നത്. ചിലരറിയാം അമേരിക്ക സാഹിബ് ഇങ്ങനെ ഡോളർ കൂട്ടിയിട്ടിരിക്കുക. തണ്ടമ്മ എന്നാ ആവശ്യമുള്ള എടുത്തോണ്ട് ഓക്കെ ജോർജ് കുട്ടി അപ്പം വരും. ചാൻ മൈറ്റ് വരും. എന്നാ ജോർജ് കുട്ടി മൈറ്റ് വന്ന ആവശ്യമുള്ള ഡോളർ. അറബി രാവിലെ വന്ന് പറഞ്ഞു എന്നാ ദിനാറ്
കയറി കിടന്നുറങ്ങിക്കൂ. അങ്ങനെയാണോ? അല്ല, എല്ലുമുറിയ പണിയെടുത്ത അങ്ങനെ കിട്ടുന്ന കാശാ ദൈവദാസന്മാരായ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ടും വചനത്തെ ഭയപ്പെട്ടും സഭയെ ഭയപ്പെട്ടും ഞങ്ങളുടെ കയ്യിൽ തരുന്നത്. ഇവിടെ റബ്ബർ വെട്ടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അതിന്റെ ഒരു വിഹിതമാകൊണ്ട് തരുന്നു. നമ്മൾ 4 മണിക്ക് പ്രാർത്ഥിക്കാതെ പുറപ്പിനടി കിടക്കുമ്പോൾ അവൻ 4 മണിക്ക് ലൈറ്റും വെച്ചുകൊണ്ട് റബ്ബർ വെട്ടുക. അതിനെന്നാ പറഞ്ഞില്ല, ഹെഡ് ലൈറ്റ് ഇല്ലേ? നിന്റെ വീട്ടിൽ നീ ഒരു കൂട്ടാൻ പോലും കറിക്കരിയത്തില്ല. അന്നേരം മറ്റേ സഹോദരി 7 വീട്ടിൽ ജോലി ചെയ്ത് ആകാശം ഉണ്ടാക്കുന്നത്. അവിടെ കുടുംബം. നമ്മുടെ വീട്ടിൽ ജോലിയൊന്നും ചെയ്യത്തില്ലല്ലോ. തുണി അലക്കണമെങ്കിൽ തുണി എല്ലാം കൂടെ മിഷീനോട്ട് ചെരിഞ്ഞൊക്കെ. കുറച്ച് കഴിയുമ്പോൾ അതവിടെ കിടന്ന് ശബ്ദമൊക്കെ പുറപ്പെടുവിക്കും. ഭർത്താവ് എന്ന് ചോദിച്ചു, മോളി കറിയൊന്നുമില്ലേ? കറണ്ട് ഇല്ലായിരുന്നു, അതിനെ മൂലമറ്റത്താണോ കറി എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് മിക്സി വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് കൂട്ടാൻ വെക്കാൻ എങ്ങനെയുണ്ട്? കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് അന്ന് തന്നെ അരകല്ലും പിള്ള എടുത്ത് കണറ്റിയിട്ട് അരക്കണ്ടല്ലോ. കല്ലേ വെച്ച് നരച്ചാലോ? നിങ്ങൾ ശ്രദ്ധിച്ച കല്ലേ വെച്ച് അരക്കുകയല്ല, ആ തേങ്ങ ഒന്ന് തിരുമുകയല്ല, കുരുങ്ങി ഒന്ന് മിറ്റം അടിക്കുകയല്ല. എന്നുവെച്ചാൽ 5:30 ആകുമ്പോൾ മാപ്പിളയും പെമ്പിളയും അച്ഛൻ്റെ കയ്യിൽ ഒരു മുളവടി പട്ടിയെ തല്ലാൻ. ഞാൻ തമാശ പറഞ്ഞല്ല, പട്ടിയുടെ ശല്യം ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ ഒരു കുറുവടി. ആ കുറുവടിയാളാ അച്ഛൻ കുറുവടിയാന്ന് കൊണ്ടുപോകുന്നത്. ഇല്ലേ, നടക്കുന്നു. ദൈവം നടത്തും. ആ കല്ല് വെച്ച് തീയലിനൊന്നും അടച്ചിരുന്നാലോ? നീ കൊച്ചുകുളമ്പാക്കടുത്ത് മഞ്ഞ് അടിച്ച് ഇങ്ങനെ പോകേണ്ട വല്ല കാര്യവും? സ്തോത്രം. ആടാ പോടെ. യവനെ ദൈവാലയത്തിലെ പൊന്നും വെള്ളി എല്ലായിടത്ത് എടുത്ത് ദൈവാലയം മക പൊൻവെള്ളി എല്ലാം കൂടെ എടുത്ത് കപ്പം കൊടുത്ത അശൂർ രാജാവിന്, തിക്കളത്ത് ബിലേശ്വറിന്. ഇതാ ദൈവമക്കള് തരുന്ന കാശ് എടുത്ത് ദൈവമക്കൾ തരുന്ന കാശ് എടുത്ത് വക്കീലിന് കൊടുക്കണ്ട. സ്തോത്രം. വിഷയങ്ങൾ ഒതുക്കാൻ നേതാക്കന്മാർക്കും, നേതാക്കന്മാർ ഏതാണെന്ന് അറിയാമല്ലോ, ഒരു മന്ത്രിക്കും കൊടുക്കണ്ട, ഒരു MLA-ക്കും കൊടുക്കണ്ട, ഒരു തന്ത്രിക്കും കൊടുക്കണ്ട. അവരെ ആക്കി വെച്ചിരിക്കുന്നത് കാര്യങ്ങൾ നന്നായിട്ട് നടത്തി തരാനാ. ഇനി അവരെ കൊണ്ട് നടത്തുന്നില്ലെങ്കിൽ നീ മുട്ടാലിരിക്കണം. സകലരെ നിയന്ത്രിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതനുണ്ട്. അവിടുന്ന് വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇവനെ ആകാശ് ദൈവാലയം വക സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് തിക്കളത്ത് ബിലേശ്വറിന് കൊടുത്തു. അപ്പം പുള്ളിയുടെ കാര്യം നന്നായിട്ട് കപ്പം കൊടുക്കുക മാത്രമല്ല, അവസാനം തിക്കളത്ത് ബിലേശ്വർ യുദ്ധത്തിന് പോയി. യുദ്ധമെല്ലാം കഴിഞ്ഞപ്പം ഈ ആകാശം അതൊക്കെ തിക്കളത്ത് ബിലേശ്വറിനെ കാണാൻ ചെന്നു. അന്നേരം പുള്ളി ദമ്മേശേക്കില്ല, തിക്കളത്ത് ബിലേശ്വർ. ഇവൻ ദമ്മേശേക്ക് ചെന്നു. അപ്പൊ ഈ ദമ്മേശേക്ക് ചെന്നപ്പോൾ ദമ്മേശക്കാരുടെ യാഗപീഠം കണ്ട ആകാശം. ദമ്മേശേക്കിലെ യാഗപീഠം. അപ്പൊ ഈ ദമ്മേശേക്കിലെ യാഗപീഠം കണ്ടപ്പോ പുള്ളി നോക്കിയപ്പോ കൊള്ളാമല്ലോ, നമ്മുടെ യാഗപീഠമായിട്ട് ഒത്തിരി നന്നായിരിക്കുന്നു യാഗപീഠം. പിന്നെ പുള്ളി ഇപ്പൊ മൊബൈലൊക്കെ ഉള്ളതല്ലേ, പെട്ടെന്ന് അതിന്റെ ഒരു പിക്ചർ എടുക്കും യാഗപീഠത്തിൽ. അതുടനെ വാട്സാപ്പില് ആകാശിന്റെ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു, ഊരിയ പാസ്റ്റർ. അപ്പൊ ഊരിയ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തേച്ച ഉടനെ വാട്സാപ്പിൽ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ഇപ്പോൾ ദമ്മേശേക്ക് നമ്മുടെ ചർച്ചിലെ യാഗപീഠം പോലല്ല ഇവിടുത്തത്, കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്, തന്നെയല്ല വളരെ മോഡേൺ ആണ്. അതുകൊണ്ട് ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് പാസ്റ്റർ ഇതുപോലൊരു യാഗപീഠം പെട്ടെന്ന് പണിതേക്കണം. താങ്ക് യു. ക്ലീൻ.
അപ്പൊ ഊരിയ പാസ്റ്ററുടെ മൊബൈലിൽ ക്ലീൻ എന്നൊരു ശബ്ദം. പുള്ളി നോക്കിയപ്പം അടിച്ചപ്പം ആകാശിന്റെ മെസ്സേജാ. പിന്നെ പുള്ളി മാറ്റി വെച്ച് നോക്കിയപ്പോൾ യാഗൂടം കണ്ട്. അപ്പൊ ഊരിയ പാസ്റ്റർ കുഴപ്പം അച്ചായം പറയുമ്പോ എങ്ങനെയാ പണിയാതെ രാജാവല്ലേ പറയുമ്പോ പടല് കാണുമോ? അപ്പൊ ഊരിയ പാസ്റ്റർ ആകാശച്ചായം പറഞ്ഞതുപോലെ ഒരു യാഗപീഠം പണിയുക മാത്രമല്ല, യഹോവയുടെ യാഗപീഠം അവിടുന്ന് ഇളക്കി. യഹോവയുടെ യാഗപീഠം അവിടുന്ന് ഇളക്കി. ഇങ്ങനെ അവിടെ ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തി എനിക്ക് ഭയവും ഉണ്ടായി, എനിക്ക് രോഷവും വന്നു. മൂന്നും സംഭവിച്ചു. ഭയവും ഉണ്ടായി, സ്തോത്രം, രോഷവും. ആത്മീയ രോഷമാണ്. അവിടെ ഒരു പ്രത്യേക പദം, ദമ്മേശേക്കിലെ യാഗപീഠം യെരൂശലേമിൽ കൊണ്ട് പണിയിപ്പിച്ച് യഹോവയുടെ യാഗപീഠം അവിടുന്ന് ഇളക്കി. അടുത്ത പദം, തന്റെ യാഗപീഠം അവിടെ കൊണ്ട് സ്ഥാപിച്ചു. ഇതല്ലേ ഇപ്പൊ ആത്മീയ ലോകത്ത് നടക്കുന്നത്. സ്തോത്രം. ഞാനിപ്പോ ഇത് പ്രസംഗിച്ചപ്പോ നിങ്ങൾ ഓർത്തു, ഏത് ഭാഗത്താ പാസ്റ്റർ ഇത്? ഞാൻ അന്നേ ബൈബിള് പല ആവർത്തി വായിച്ചിട്ടുണ്ട്. അത് ഏത് ഭാഗത്താ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന്? നിങ്ങൾ ആരെങ്കിലും ആ ഭാഗം കണ്ടോ? നിങ്ങളിപ്പോ പറയാം ഞങ്ങൾ അതിലും വലുത് കണ്ടു വെച്ചിരിക്കുക. പിന്നെ മോളെ ഉറക്കെ വായിക്കാവോ? അവിടെ വല്ല രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10 മുതൽ. എല്ലാ വാക്കുകളും എടുക്കാൻ നേരമില്ല, അത് വായിച്ചങ്ങ് നിർത്ത്. രാജാക്കന്മാർ 2-ാം പുസ്തകം 16-ന്റെ 10 അശൂർ രാജാവായ തിഗ്ലത്ത്-പിലേസറിനെ ഓടിച്ചു വായിര്. ദമ്മേശേക്കിലെ ബലിപീഠം കണ്ടു. ആകാശ രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയെ ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു. ഊരിയ പുരോഹിതൻ ഒരു യാഗപീഠം ആകാശ രാജാവ് പ്രകാരമൊക്കെ ആകാശ രാജാവ് ദമ്മേശേക്കിൽ നിന്ന് വരുമ്പോൾ ഊരിയ പുരോഹിതൻ അത് പണിതിരുന്നു. രാജാവ് ദമ്മേശേക്കിൽ നിന്ന് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. യഹോവയുടെ യാഗപീഠം അവിടെ ഇളക്കി മാറ്റി. യഹോവയുടെ യാഗപീഠം പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃകയോടെ പണിതടാ. അതവിടെ ഇളക്കി. താഴ്ത്തു വായിച്ച തന്റെ യാഗപീഠം അവിടെ കൊണ്ട് സ്ഥാപിച്ചു. അതുകൊണ്ടാണ് നമ്പുരാൻ പറഞ്ഞത്, ഗൃഹകാര്യം ക്രമം. നിന്റെ അപ്പൻ കാണിച്ചു കൂട്ടിയ കൊന്ത്രാക്കൊള്ളി എല്ലാം ക്രമീകരിച്ചോണം. ദൈവസഭയോട് ദൂത് പറയുക. അത് ഇവിടെ കൊല്ലമ്പടി സഭയോട് മാത്രമല്ല, മുഴു ലോകത്തുള്ള ദൈവസഭയോട് പറയുക. അവൻ ദൈവം തമ്പുരാൻ കാണിച്ച മാതൃക പ്രകാരം വേണം പണി. സെക്രട്ടറിയുടെ പണിയോ ഉപദേശിയുടെ പണിയോ ട്രഷറിന്റെ പണിയോ കമ്മിറ്റിയുടെ പണിയോ കൗൺസിലിന്റെ പണിയോ ഒന്നും ഇതിനകത്ത് ചെലുത്തരുത്. ഇത് ദൈവത്തിന്റെ പണിയാ. ജീവൻ പോകേണ്ടി വന്നാൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. ഇതല്ലോ നിങ്ങളെ ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം കണ്ടടയ്ക്കാൻ പ്രാർത്ഥിക്കണം.